സ്വന്തം മക്കളെ അമ്മമാർ താലോലിക്കേണ്ട സമയത്ത് അമ്മയെ പരിപാലിക്കുന്ന ഒരു കുഞ്ഞ്. പക്ഷേ അവന് പരിഭവമോ പരാതിയോ ഇല്ല. പകരം കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ മാത്രം. ഇതാണ് എൻ്റെ അമ്മ. അമ്മയ്ക്ക് അരിക്ക് താഴെ തളർന്നതാണ്. എന്നാലും വീട്ടിലെ ജോലിയെല്ലാം നോക്കി എന്നെയും നോക്കും. മോൻ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കും? ഞാൻ പാത്രം പറക്കി വെച്ച് കൊടുക്കും. അമ്മ തുണി പിഴിഞ്ഞാലും കൊണ്ടിട്ട് വിരിക്കും, മിറ്റൊക്കെ തൂക്കിട്ട് കൊടുക്കും. അങ്ങനെയുള്ള ജോലി ചെയ്യും. അമ്മയുടെ കാലായിട്ടാ മോൻ നടക്കുന്നത് അല്ലേ? നമുക്ക് വയ്യെങ്കിൽ മോന് എല്ലാ സഹായം ചെയ്യുമോ? മോനാണ് കൂട്ട്. എൻ്റെ മോനെ എന്നെ എല്ലാത്തിനും സഹായിക്കുന്നത്. പിന്നെ അണ്ണനും ഉണ്ട്. അണ്ണൻ ജോലിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ മോനെ പിന്നെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്തു തരും. എന്നെ വിട്ടെങ്ങും പോകത്തില്ല. എന്നെ കൂടെ തന്നെ എപ്പോഴും കാണും. പരിചയപ്പെട്ടത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ബദാനിയിലൊരു മഠത്തിൽ പോയി നിന്നായിരുന്നു. പിന്നെ ഞാൻ ഇനി മഠത്തിൽ നിന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ അണ്ണനെ അവിടെ പണിക്കൊക്കെ വരുമായിരുന്നു. പിന്നെ അതുവഴി മൊബൈൽ വഴി പരിചയപ്പെട്ടാണ് ഞാൻ അണ്ണൻ്റെ കൂടെ വന്നത്. അറിയായിരുന്നു. ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. അണ്ണൻ്റെ സ്ഥലം ഇത്. നന്നായിട്ട് കൊണ്ടുവന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് എന്നെ വന്ന് കണ്ടതിന് ശേഷം തന്നെ എന്നെ കൊണ്ടുവന്നത്. പിന്നെ ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരോട്ടൊക്കെ പിണങ്ങി. പിന്നെ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 4-5 വർഷമായി. വന്നാണ് ഇതേണക്ക് അണ്ണൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഷെഡിൽ ഞങ്ങൾ കിടന്നപ്പം ഒരു ചാലിയക്കരയിലുള്ള ഒരു സാറ്, രാജേഷ് എന്ന് പറയുന്ന സാറ്, ഇതേണക്കൊരു വീഡിയോ എടുത്തിട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ ഒരുപാട് എന്നെ സഹായിച്ചു. അതെ, ഞാനും ആണ്. വീട്ടിലെ അമ്മയായിട്ട് പ്രത്യേകിച്ചൊന്നും പറയില്ല. അതൊരു ബന്ധവും ഇല്ല എനിക്ക്. ഇല്ല, ഞങ്ങള് വന്ന് ഒരു വർഷം 2-3 വർഷം നാട്ടിലുണ്ടായിരുന്നു. പിന്നെയാണ് ഇച്ചിരി ഇതൊക്കെ ആയി ഇനി പോകുന്നു. പിന്നെ അതിനുശേഷം യാതൊരു ബന്ധവും ആണെന്ന് എന്നെ പൊന്നുപോലെ തന്നെ നോക്കുന്നു. അന്നിനും പിന്നെ നമുക്ക് സമ്പാദിക്കാൻ ഒന്നും പറ്റൂലെന്നേ ഉള്ളു. അന്നന്ന് വേല ചെയ്തുകൊണ്ട് വന്ന് അന്നന്ന് കഴിയുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങളത്. അതുകൊണ്ട് പിന്നെ ഒന്നും നീതിയാക്കി വയ്ക്കാൻ പറ്റത്തില്ല. ജോലി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പം 1-1.5 മാസം കൊണ്ട് 1 മാസം കൊണ്ട് പണിക്ക് പോകാൻ നിന്നൊരു പണിക്ക് പോയത്. സ്കൂൾ വണ്ടിയുണ്ട്. സ്കൂളിൽ പിന്നെ ഭക്ഷണമൊക്കെ സ്കൂളിലുണ്ടല്ലോ. എനിക്ക് 3.5 വയസ്സിൽ പനി വന്നതാണ്. അന്ന് ആ കാലം മുതൽ ഞാൻ ഇങ്ങനെ ഇഴയുന്നല്ലേ. ഇല്ല, വിഷമമുണ്ട്. ഞാൻ മോനെ ഗർഭിണിയായിട്ടൊക്കെ പ്രഗ്നൻസായിട്ട് ഇരുന്നപ്പോഴൊക്കെ അവന് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവന് കരയുമ്പോഴൊക്കെ എടുത്തോണ്ട് നടക്കാനുള്ളൊരാഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മളവസ്ഥ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഞങ്ങളെ അവസ്ഥ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇരുന്ന് തന്നെ ഞാൻ എല്ലാ ജോലിയൊക്കെ ചെയ്യണത്. കട്ടൻ ചായ കിട്ടിയാലും വയ്യാതെയൊക്കെ കിടന്നാ കട്ടൻ ചായ കിട്ടിയാലും അയാള് കുഞ്ഞിനെ പോലെ സഹായിക്കും. വയ്യാത്തോണ്ട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ അമ്മ ഞാൻ എടുത്തോണ്ട് വയ്ക്കാന്നൊക്കെ പറയും. തീർച്ചയായിട്ടും കഷ്ടപ്പാടും. പിന്നെ അവന് എന്തിനും അവന് എല്ലാം അറിയാം. അവന് മക്കളെ എന്തെങ്കിലും അവൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. മോനെ പൈസ ഇല്ല, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു നിർബന്ധവും കരച്ചിലും അങ്ങനെ ഒന്നും. ഇത്രയും വലുതായിട്ട് ഇന്നവരെ എൻ്റെ അടുത്തുനിന്ന് പിരിഞ്ഞു നിന്നിട്ടില്ല. ഇപ്പൊ 12 വയസ്സായി. ഇതുവരെ ഈ 12 വർഷത്തിനും എന്നെ വിട്ട് മാറി നിന്നിട്ടില്ല. ഒരു അന്തി പോലും പകലോ രാത്രിയിലോ മാറി, അഥവാ മാറി കിടന്നിരുന്ന രാത്രി എണീച്ച് കരയും. കൂട്ടുകാരൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരും, നല്ല സന്തോഷം തരും. മോന് വിഷമമുണ്ടോ? ഒന്നും വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ, വിഷമമില്ല. ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ? അമ്മ അമ്മയോട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുമോ? ഇന്ന വേണമെന്നൊക്കെ പറയുമോ? പറയാറുണ്ട്. പിന്നെ അണ്ണന് നല്ല ജോലിയൊക്കെ കിട്ടുന്ന
പൈസയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അവന് എല്ലാം വാങ്ങിച്ചു കൊടുക്കും. അവൻ്റെ കാര്യങ്ങൾക്ക് അങ്ങനെ വളരെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല പറ. ഇങ്ങനെ ഇറങ്ങി ശീലമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എത്ര ദൂരം വരെ പോകും ഇങ്ങനെ? ഇല്ല, പോവാൻ പറ്റും. ഇങ്ങനെ മുട്ടിൽ നിരങ്ങി തന്നെ ഞാൻ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത്, മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നല്ല ബലമായില്ലേ? എനിക്കിപ്പം എൻ്റെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ സേഫ്റ്റിയായിട്ട് കിടത്തണം, അവനെ പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരാവശ്യമാണ്. കാരണം നല്ലൊരു വീടില്ല, നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പാമ്പുകളൊക്കെ എത്രയോ പ്രാവശ്യം വീട്ടിനകത്ത് കയറി വന്നിട്ടുണ്ടെന്നറിയുമ്പോൾ രാത്രിയായ ഉറങ്ങാൻ പോലും പറ്റത്തില്ല, പേടിയാണ്. കാരണം എന്തെങ്കിലും വന്ന് ഞങ്ങളെ വല്ലതും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ വല്ലതും ചെയ്യുമോ എന്നുള്ള വളരെയേറെ പേടിയുണ്ട് എനിക്ക്. അപ്പോൾ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് എനിക്ക് മോനെ വേണ്ടിയിട്ട് നല്ലൊരു വീട് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്കത് എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ ഒരു വീൽ ചെയർ അല്ലെങ്കിൽ സ്കൂട്ടിയോ വീൽ ചെയറോ എന്തെങ്കിലും ഒരു വണ്ടി എനിക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഒരേ ആവശ്യങ്ങൾക്ക് ഞാൻ ഇറങ്ങി പോകുമ്പോൾ ഓട്ടോ വിളിച്ചാൽ ഞാൻ പോകുന്നത്. ഇവിടെ നിന്ന് ജംഗ്ഷനിലോട്ടൊക്കെ പോകണതിന് 100-200 രൂപയൊക്കെ വണ്ടിക്കൂലി. അടുത്തൊന്നും ഒരു ആശുപത്രി ഇല്ല. ഇവിടെ ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ അലിമുക്കെന്ന് പറഞ്ഞ ഒരു ആശുപത്രി ഉണ്ട്, അത് 200 രൂപയാകും വണ്ടിക്കൂലി. പെട്ടെന്നൊരു അസുഖം വന്നാലൊന്നും പോകാൻ ചില ദിവസങ്ങളിലെല്ലാം നമ്മളെ കയ്യിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തോട്ട് പോകാനോ മോനെ കൊണ്ടുപോകാനൊക്കെ ഒരു സഹായമായി എന്നെ.